പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കനോണിൻ്റെ G4780 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം നമ്മളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ബോക്സിൻ്റെ ചെറിയൊരു സ്പെസിഫിക്കേഷൻ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് നേരെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ചെറുതായിട്ട് അൺബോക്സ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു മെത്തേഡ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. G4080ക്കും 4090ക്കും എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള ചെറിയൊരു മെത്തേഡാണത്. നിങ്ങൾക്ക് യൂസർ മാനുവലിൽ കൂടെ വരുന്നുണ്ട്, അത് റീഡ് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലോ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ചു കഴിഞ്ഞാൽ അവർ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം റിസ്ക് ഒഴിവാക്കാവുന്നതാണ്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം മറ്റൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിലാണ് നമ്മളെ ഡ്രൈവർ CD, യൂസർ മാനുവൽ എല്ലാം വരുന്നത്. അതേപോലെ ഇങ്ക് ബോട്ടിൽസ്, ഹെഡ്, USB കേബിൾ, പവർ കേബിൾ എല്ലാം ഈ ഒരു പാക്കിൻ്റെ അകത്താണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു അൺബോക്സിങ് ഞാൻ ഇതിന് വീഡിയോയിൽ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ താഴെ പ്രിൻ്റർ കാണാൻ സാധിക്കും. ആ പ്രിൻ്ററിൻ്റെ ചുറ്റുഭാഗം ഒരു പേപ്പറിൻ്റെ ചട്ട പീസ് ഉണ്ടാവും, അത് മാറ്റി വെക്കുന്നു. അതിനുശേഷം നേരെ ബോക്സിൽ നിന്നും നമുക്ക് പ്രിൻ്റർ പുറത്തോട്ട് വെക്കാം. ഈ സമയത്ത് കൂടെ ഒരാളും പാടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുന്നത് നല്ലതായിരിക്കും, കാരണം പ്രിൻ്റർ ഡാമേജ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരെ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെക്കുന്നു പ്രിൻ്റർ. പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പാക്കിംഗ് കവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബോക്സിൽ നിന്നും പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യുക. ഈ പാക്കിംഗ് കവർ നിങ്ങൾക്ക് പ്രിൻ്റർ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ അതൊരു ഉപകാരപ്പെടുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ കണ്ട ചെറിയ ബോക്സ് പീസിൽ എന്തൊക്കെയുള്ളത് നോക്കാം. കൂടെ വരുന്ന 4 ഇങ്ക് ബോട്ടിൽസ് ആ ഒരു ബോക്സിൻ്റെ അകത്താണുള്ളത്. അതേപോലെ പവർ കേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പവർ കേബിൾ മാറ്റി വെക്കുന്നു. പിന്നെ USB കേബിളാണ് ഈ കാണുന്നത്. കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ വയർഡായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഹെഡിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാൻ ഈ ബോക്സിൻ്റെ 2 സൈഡും ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു മൊഡ്യൂൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അതിൽ നിന്നും ഹെഡിൻ്റെ 2 ബോക്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. ആ പേപ്പറിൻ്റെ ആ ചട്ട പീസ് നമ്മൾ ജസ്റ്റ് മാറ്റി വെക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൺ ആക്കുകയല്ല. നിങ്ങൾക്ക് ഈ പ്രിൻ്ററിൽ കാണാൻ സാധിക്കും ചുറ്റുഭാഗം ചെറിയ ഓറഞ്ച് കളർ സ്റ്റിക്കർ ഉണ്ട്. കംപ്ലീറ്റ് ആ ഓറഞ്ച് കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഞാൻ 1 by 1 ആയിട്ട് ഞാൻ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ അകത്തുണ്ടോ നോക്കി, അവിടെ ഇല്ല. ആകെ 2-3 സ്റ്റിക്കറൊക്കെ കാര്യമായിട്ട് വരുന്നുള്ളൂ. പിന്നെ പ്രിൻ്ററിൻ്റെ പിറകു വശത്താണ് വരുന്നത്. ഇവിടെ 2 സ്റ്റിക്കർ കാണാൻ സാധിക്കും. ആ 2 സ്റ്റിക്കർ റിമൂവ് ചെയ്യുക. അതിനുശേഷം മാത്രമേ പ്രിൻ്റർ ഓൺ ആക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പ്രിൻ്റർ ഒന്ന് ഓൺ ആക്കി നോക്കാം. പ്രിൻ്ററിൻ്റെ പിറകു വശത്ത് ലെഫ്റ്റ് സൈഡിലാണ് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. ജസ്റ്റ് അവിടെ പവർ കേബിൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് പ്രിൻ്റർ ഒന്ന് ഓൺ ആക്കുന്നു. ഈ സമയം മുതൽ നമ്മൾ പ്രിൻ്റർ ഒറ്റയടിക്ക് ഓഫ് ആകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു ബാക്കപ്പ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ട് മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പ്രിൻ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. പ്രിൻ്റർ ഓൺ ആക്കിയിട്ട് സമയത്ത് നമ്മൾ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ ഓരോരോ മെസ്സേജ് വരുന്നുണ്ട്. ചെറിയൊരു ലോഡിങ്ങിന് ശേഷം നമുക്ക് ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ് ആദ്യം വരുന്നത്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, നമ്മുടെ ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളെ ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു, ഒരു കൺഫർമേഷൻ കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ ഹെഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി സ്കാനർ മൊഡ്യൂൾ ഓപ്പൺ ആക്കാനാണ് പറഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും അത് ഓപ്പൺ ആക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫിംഗർ വെച്ചാണ് നമുക്കത് ഓപ്പൺ ചെയ്ത് വെക്കാം. അവിടെ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഹെഡ് ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ കൂടെ 2 ഹെഡ് കിട്ടിയിട്ടുണ്ട്. കളറിൻ്റെയും ബ്ലാക്കിൻ്റെയും 2 ഹെഡ് അങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് കാരേജ് കാണാൻ സാധിക്കും. ഈ കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും CB എന്ന് കൊടുത്തതായിട്ട്. C എന്ന് പറഞ്ഞാൽ കളർ, B എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്. അതേപോലെ തന്നെ ഹെഡിൻ്റെ മുകളിലും അതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്കിൻ്റെ ഹെഡ് വെക്കാം. ബോക്സ് ഓപ്പൺ ചെയ്തു. ബോക്സ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെഡിൻ്റെ അകത്ത് 2 ഓറഞ്ച് കളർ സ്റ്റിക്കർ ഉണ്ട്. മസ്റ്റായിട്ട് ഈ 2 ഓറഞ്ച് കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാതെ ഒരിക്കലും അത് ലോഡ് ചെയ്യരുത്. അപ്പോൾ ഞാൻ അതൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ കറക്റ്റ് ആ B നേരിയ സ്ലോട്ടിലോട്ട് കറക്റ്റ് ഇതേപോലെ ഡാമേജ് വരാത്ത രീതിയിൽ ഹെഡ് ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡ് വെക്കുക. നെക്സ്റ്റ് നമുക്ക് കളർ ഹെഡാണ് ഫില്ല് ചെയ്യാനുള്ളത്. കളർ ഹെഡിൻ്റെ ഈ ഓറഞ്ച് കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ C നേരിയ സ്ലോട്ടിലോട്ട് കറക്റ്റ് ഈ C നേരിയ, അതായത് കളർ ഹെഡ് നേരെ അതിലേക്ക് ലോഡ് ചെയ്യണം. കറക്റ്റ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു മെത്തേഡാണിത്.
അതിന് ശേഷം നമ്മൾ ഈ കാരേജ് ടോപ്പ് ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഹെഡ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിൽ കളറിൻ്റെ 3 ടാങ്കുമാണ് വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ 4 ബോട്ടിലും കൂടെ വരുന്നുണ്ട്. ബ്ലാക്കിൻ്റെ ഒരു ബോട്ടിൽ, മജന്തൻ്റെ ഒരു ബോട്ടിൽ, സിയാൻ്റെ ഒരു ബോട്ടിൽ, അതേപോലെ യെല്ലോൻ്റെ ഒരു ബോട്ടിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാക്ക് ഫില്ല് ചെയ്യാം. ബ്ലാക്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നേരെ ബോട്ടിൽ എടുത്തിട്ട് നേരെ നമ്മൾ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യണം ആദ്യം. എന്നിട്ട് നേരെ ഈ ബോട്ടിൽ നേരെ ടാങ്കിലേക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കലി തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇങ്ക് ലെവൽ അറിയാൻ വേണ്ടി ഇവിടെ ട്രാൻസ്പെറൻ്റായി കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും താഴെ ഭാഗത്ത്. ആ ആരോ മാർക്കിൻ്റെ അല്ലെങ്കിൽ അവിടെ ഡോട്ട് ഉണ്ട്. ആ ഡോട്ട് എത്തുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ താഴോട്ട് ഇറങ്ങാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ കാലിയാണ്. നേരെ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. ശേഷം ഇനി നമുക്ക് കളർ ടാങ്കുകൾ ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം വരുന്നത് സിയാൻ്റെ ടാങ്കാണ്. സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി എന്നുള്ളത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ ആ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. ടോപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ കറക്റ്റ് ആ ബോട്ടിൽ നേരെ ടാങ്കിലേക്ക് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കലി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഓക്കെ, ഈ ഒരു മോഡലിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ക് മാറി വയ്ക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾ അറിയാതെ സിയാന് പോയിട്ട് ബ്ലാക്ക് പോയിട്ട് സിയാൻ്റെ ടാങ്കിലേക്കോ അല്ലെങ്കിൽ മജന്തൻ്റെ ടാങ്കിലേക്കോ ഇങ്ക് ഫില്ല് ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ക് ഫില്ലാവില്ല. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ക് ലെവൽ ഇങ്ങനെ കൂടി വരുന്നത് കാണാൻ സാധിക്കും. ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ രീതിയിലാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിയാന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് മജന്തൻ്റെ ടാങ്കാണ്. അപ്പോൾ മജന്തൻ്റെ ബോട്ടിൽ എടുക്കുക. നേരെ ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ബോട്ടിൽ റിമൂവ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുന്നു. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും നോൺ ജെന്യൂൻ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളുടെ ഹെഡിന് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മജന്ത ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ടാങ്ക് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ യെല്ലോ ബോട്ടിൽ എടുത്തു. യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ നേരെ നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുന്നു. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ലിംഗ് പ്രോസസ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ളത് നമുക്ക് സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ക് ഈ ബോട്ടിലിൻ്റെ റിമൂവ് ചെയ്യുക. ടാങ്കിൽ നിന്നും ജസ്റ്റ് മാറ്റി വെക്കുന്നു. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇതേപോലെ സ്കാനർ മൊഡ്യൂൾ ജസ്റ്റ് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചാൽ മതി, അല്ലെങ്കിൽ മുകളിലോട്ട് ആക്കിയാൽ മതി. ഓട്ടോമാറ്റിക് തന്നെ ക്ലോസ് ആവുന്നതാണ്. ഒരിക്കലും ഇത് പിടിച്ച് വലിക്കാൻ പാടില്ല. ഈ സ്കാനർ മോഡിൽ ജസ്റ്റ് മുകളിലോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് കൈ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ പതുക്കെ അത് ഡോറ് ക്ലോസ് ആവുന്നതാണ്. ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഡോറ് ക്ലോസ്ഡ് എന്നുള്ളൊരു മെസ്സേജ് വരും. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദ കവർ ഹാസ് ബീൻ ക്ലോസ്ഡ് എന്നുള്ളൊരു മെസ്സേജ് വരും. അവിടെ അടുത്ത പ്രോസസ്സിങ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ സ്ക്രീനിൽ മെസ്സേജ് വരും. അപ്പോൾ അതേപോലെയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മോട് ചോദിക്കുന്നത് 4 കളർ ടാങ്ക് ഫില്ല് ചെയ്തോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നു. അത് ടച്ച് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 7 മിനിറ്റോളം ആ പ്രോസസ്സിങ് ഉണ്ടാവും. ഈ 7 മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് പോകാനൊന്നും പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇനി ഏകദേശം 1 മിനിറ്റാണുള്ളത്. നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിൻ്റർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജ് സ്ക്രീനെല്ലാം ഇതേപോലെ കോപ്പി സ്കാനർ മോഡിലായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രിൻ്റെയോ സ്കാനിങ്ങോ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.